ഇപ്പോൾ മേജർ രവി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മേജർ രവി, വലിയ വിമർശനങ്ങൾ ആണ് ഇപ്പോൾ സിനിമയ്ക്ക് നേരെ, മോഹൻലാലിന് നേരെ, പൃഥ്വിരാജിന് നേരെ സംഘപരിവാർ നേതാക്കൾ, BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. BJP നേതാക്കൾ എന്താണ് ഉന്നയിക്കുന്നത് എനിക്ക് അറിയില്ല, ആരാണ് ഉന്നയിക്കുന്നത്. നിരവധിയായ ആളുകൾ, 1-2 പേരുകൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള K ഗണേഷ് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. C രഘുനാഥ് അല്പസമയം മുമ്പ് ന്യൂസ് 18നോട് പ്രതികരിച്ചതേയുള്ളൂ. ഇങ്ങനെയുള്ള നേതാക്കളുടെ നിരവധിയായ നേതാക്കൾ, അതിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ തുറന്നു നോക്കിയാൽ അറിയാം. ശരി, ഞാനിപ്പം 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വേറെ ഫംഗ്ഷൻ കയറാൻ പോവാണ്. മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചില ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, മോഹൻലാൽ ഈ സിനിമയ്ക്കകത്ത് എന്താണ് ആർമിയെ അപകീർത്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്തിരിക്കുന്നത്? ഒന്നുമില്ല. അതായത് ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്തി, ഭരണകൂടത്തെ അവഹേളിക്കുന്ന എന്തെങ്കിലും ഡയലോഗ് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രമേയമുള്ള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ്. ശരി തന്നെ. ഈ ഒരു പ്രമേയം എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത്, ഒരു കഥയിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് ഈ കഥയിൽ ഈ പ്രമേയം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും, ഇതൊരു കഥ പറയുന്ന സമയത്ത്, ഞാനും ഒരു ഡയറക്ടറും റൈറ്ററുമാണ്. നമ്മൾ കഥ പറയുന്ന സമയത്തും അത് കഴിഞ്ഞ് പടം വരുന്ന സമയത്തും ഉണ്ടാവുന്ന കഥയിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഞാനിപ്പോ നിങ്ങളിപ്പോ ഈ പറയുന്ന പോലെ ഞാൻ മോഹൻലാലിനെ വെള്ള പൂശാനോ ഇല്ല. ഈ പറയുന്ന കാര്യത്തിൽ വല്ല കാമ്പും വേണം. ഈ ലെഫ്റ്റനന്റ് കേണൽ പദവിയുടെ പിറകിൽ നിങ്ങൾ പോകുന്നത് അത് മഹാശുദ്ധ വിട്ടിത്തരം. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി എടുക്കണം എന്ന് പറയുന്നത്, ലെഫ്റ്റനന്റ് കേണൽ പദവി എന്ന് പറയുന്നത് ആർമി കൊടുത്തിരിക്കുന്ന ഒരു ഓണററി പദവിയാണ്, റൈറ്റ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ യൂത്തിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് ആർമിയെ അപകീർത്തിപ്പെടുത്തുന്ന എന്തെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, ഒരു പടത്തിലൊരു ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണത്? അതാ സീനിന് വേണ്ടിയിട്ട് അവരത് ചെയ്തിരിക്കും. അതിന്റെ അർത്ഥം അങ്ങനെ ഒരു റേപ്പിസ്റ്റ് ആണെന്നുള്ളതല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ലെഫ്റ്റനന്റ് കേണലിന്റെ പുറകിൽ പോകുന്ന കാണുമ്പോൾ എനിക്ക് വളരെയധികം എന്ന് പറഞ്ഞാൽ എനിക്കത് വളരെയധികം അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി എടുക്കണം, ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു കൊടുക്കണം. ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ BJP-ക്കാർ പറഞ്ഞു, ഞാനൊരു BJP-ക്കാരനാണ്, ഞാൻ സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റാണ്. ഞാനൊരു കാര്യം, ഞാനിപ്പോ ഏതായാലും ഇന്ന് ഈവനിങ് ഞാൻ ലൈവിൽ കയറിയിട്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് സെൻസറിനകത്ത് 2 BJP-ക്കാരുടെ പ്രതിനിധികൾ, അല്ലെങ്കിൽ സെൻസർ ബോർഡിനകത്ത് ഈ പ്രതിനിധികൾ കുറെ എണ്ണം കയറിയിട്ടില്ല. ഇനിയെങ്കിലും BJP മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള സെൻസേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുന്നത് ഈ ബാക്ക്ഡോർ എൻട്രി എന്നും പറഞ്ഞ് ശുപാർശക്കാരെ കൊണ്ടുവന്ന് കയറ്റി പാർട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ള ആശയങ്ങൾ ഒന്നുമില്ലാത്ത ആളുകളെ പിടിച്ചിട്ട് ഇതുപോലുള്ള സെൻസർ ബോർഡിൽ കയറ്റി ഇരുത്തരുത്. സെൻസർ ബോർഡിന് പിഴവ് സംഭവിച്ചു എന്നാണോ? ഇല്ല, അതാണല്ലോ ഇപ്പൊ ഇവര് പറയുന്നത്. സെൻസർ ബോർഡിൽ 2 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരൊന്നും പറഞ്ഞില്ല. ആകെ എന്താണ് അപ്പൊ സ്ത്രീകളെ ഇതാക്കുന്നത് മാത്രം ഒന്ന് കട്ടികളെന്ന് കളയണമെന്ന് പറഞ്ഞ് വേറെന്തോ കട്ടിക്കണം. ഞാൻ ചോദിക്കില്ല, ഇവിടെ ഇരിക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തില് സെൻസർ ബോർഡ് കൈവയ്ക്കേണ്ടിയിരുന്ന സിനിമയാണോ ഇത്? ഈ പറയുന്ന പ്രമേയങ്ങൾ ഒഴിവാക്കപ്പെടണമായിരുന്നു. പ്രമേയങ്ങൾ സെൻസർ ബോർഡിന് ഇറ്റ് ഹാസ് ഗോട്ട് ഓൾ ദ റൈറ്റ് ടു ക്ലിയർ ഇറ്റ്. കാരണം ഇതിനകത്തൊരു വർഗീയത ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ വർഗീയത ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അതിനകത്ത് ഫാക്ടുകളെ മറച്ചു വെച്ചുകൊണ്ട് ചില ഫാക്ടുകളും പുറത്തിട്ടിട്ട് അവർക്ക് വേണ്ട ഫാക്ടുകളെ മാത്രം എടുത്തിട്ടുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഗോത്ര ഇഷ്യൂ ആണ് എടുത്തിട്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ട്രെയിൻ കത്തുന്നിടത്ത് തൊട്ടിട്ട് തുടങ്ങിയിട്ടില്ല? അപ്പൊ നിങ്ങൾ മുറിച്ചിട്ടുകൊണ്ട് എന്തോരം ഗൂഢം ഉദ്ദേശം കൊണ്ടാണ് ഈ കഥ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് അത് ആ റൈറ്ററുടെ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. അതിനകത്ത് മോഹൻലാലിനെ നമ്മൾ എങ്ങനെ കുറ്റം പറയും? അല്ല, മോഹൻലാലിനെ കുറിച്ച് ഇപ്പോൾ ഈ സംഘപരിവാർ നേതാക്കൾ പറയുന്നത് അതിൽ ഈ അർഹതയുള്ള പലരെയും ഒക്കെ ഒഴിവാക്കിയാണ് അദ്ദേഹത്തിന് അത് കൊടുത്തത് എങ്കിൽ നിയമപരമായി തന്നെ അത് ഒഴിവാക്കേണ്ട ചുമതല കൂടിയുണ്ട്. അതായത് ഭരണകൂടത്തെ കരുവാരി തേക്കുന്ന ഒരു പ്രമേയം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. മോഹൻലാല് കഥ മുഴുവൻ കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വരരുത് എന്നുകൂടിയാണ് ഈ BJP നേതാക്കൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കഥയിൽ എന്തുണ്ട് ഏതുണ്ട് എന്നുള്ളത് ഈ നടൻ കേൾക്കും, കഥ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഓവറോൾ ഇന്ന് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഈ ന്യൂസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ തുടങ്ങി 1 മണിക്കൂറും 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ മോഹൻലാൽ എന്നുള്ള വ്യക്തി സിനിമയ്ക്കകത്ത് വരുന്നത്. ഈ 1 മണിക്കൂറിനകത്ത് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. പിന്നെ മോഹൻലാലിനെ വെച്ച് 5 പടം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പല സീനുകളും ഞാൻ കീർത്തിചക്ര അടക്കം അദ്ദേഹം പടം പോലും കണ്ടിട്ടില്ല.
റിലീസ് കഴിഞ്ഞിട്ടാണ് പടം സൂപ്പർ ഹിറ്റ് ആയപ്പോഴാണ് അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ലാതെ പോയിട്ട് പടം കണ്ടിരിക്കുന്നത്. കാരണം പല കാരണവശാലും ചില സമയത്ത് ആർട്ടിസ്റ്റുകൾക്ക് പടം കാണാൻ പറ്റില്ല. അവരൊന്ന് കഴിഞ്ഞ് വേറൊന്നിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് കയറുന്നത് അതും എസ്പെഷ്യലി ഞാൻ ഈ ലെഫ്റ്റനൽ സംഭവമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് നിങ്ങൾ കയറിയിട്ട് അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടി, ഈ പൃഥ്വിരാജിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സോഴ്സ് അന്വേഷിക്കണം, വിദേശ ബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് ജോർദാനിലാണ് പോയത്, അവിടെ ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടത് എന്ന് അന്വേഷിക്കണമെന്നും കൂടി ആവശ്യപ്പെടുന്നുണ്ട് നേതാക്കൾ. എന്നിട്ട് പ്രൂവ് ചെയ്യാതിരിക്കും. അത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എനിക്ക് അതിനായിട്ട് യാതൊരു കൺസേണും ഇല്ല. കാരണം ഇപ്പൊ ഞാനൊരു നോർമൽ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ ലെഫ്റ്റനന്റ് കേണൽ പദവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞത്. ബാക്കിയുള്ള ഞാൻ ഇന്ന് ഈവനിങ് വളരെ മനസ്സമാനത്തിൽ എന്റെ ഫേസ്ബുക്ക് ലൈവിനകത്ത് ഞാൻ കയറി ഞാൻ സംസാരിക്കും. 150 കോടി രൂപയൊന്നും മുടക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല, അതൊക്കെ വിദേശ ഫണ്ടില്ലാതെ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നുണ്ട് BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. ഇതാരാ? മഞ്ജുഷാണ്? ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അഭിലാഷ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 150 കോടി ചെലവാക്കുന്ന ആരെ പറഞ്ഞു? സിനിമയുടെ അണിയറ പ്രവർത്തകർ. അവർക്ക് എന്തും ഇതെല്ലാം പലതും പല കാര്യങ്ങളും പറയും. അപ്പൊ അതെല്ലാം അന്വേഷിക്കുന്നത് ഇടിയോ എന്താണെന്ന് വെച്ചാൽ അവരെന്താ ചെയ്തോട്ടെ. അല്ല, അവരിപ്പോൾ 100 കോടി എത്തി, 50 കോടി എത്തി എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ബിഗ് ബജറ്റ് ചിത്രം എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് അന്വേഷിക്കേണ്ടതും ഇവരുടെ കാര്യം ഈ അന്വേഷണ ഏജൻസികളുടെ ജോലിയല്ലേ. അവരും ചെയ്യട്ടെ, നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട. അപ്പം ഞാനൊരു ഫംഗ്ഷൻ വളരെ നന്ദി. താങ്കൾ തിരക്കിനിടയിലാണ് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. സജിത്ത്, ഇതിലിപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് മേജർ രവി, അദ്ദേഹവും BJPയുടെ ഔദ്യോഗികമായ പദവി വഹിക്കുന്ന ആളുകളിൽ ഒരാളാണ്. മറ്റു നേതാക്കൾ നേരത്തെ രഘുനാഥ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപക്ഷെ സിനിമാ മേഖലയിൽ കൂടിയുള്ള ആളായതുകൊണ്ടാകാം ഈ നിലയിൽ പ്രതികരിച്ചത്.